നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് എവിടെ ബുക്ക് ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്നവരാണോ? അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. കാരണം ഇൻട്രാഡേയിൽ ഒരുപാട് ആളുകൾക്ക് ഉള്ളൊരു ബുദ്ധിമുട്ടാണിത്. എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് അറിയില്ല. പലപ്പോഴും സംഭവിക്കുന്നത്, നിങ്ങൾ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാർക്കറ്റ് കഴിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു മൂവ് ആ സ്റ്റോക്ക് കൊടുത്തു കാണും. ഉദ്ദേശിച്ച ഒരു പ്രോഫിറ്റ് നഷ്ടമായല്ലോ എന്നും വിചാരിച്ച് നിങ്ങൾ പിന്നീട് ചിന്തിച്ചിരിക്കും. ഇൻട്രാഡേയിൽ ഇതുപോലുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകാത്തവരായി ആരും ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാണ്. ഈ ഒരു പ്രശ്നം മറികടക്കാനാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. ഇത് വെറും ഒരു ടാർഗറ്റ് ലെവൽ തരുന്നതിനപ്പുറം മറ്റ് പല ഉപയോഗങ്ങളും ഉണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതിൽ വരുന്നത് ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗണും ലെവലുകളാണ്. ഇതിൽ നമ്മൾ ഒരു സ്റ്റോക്ക് സ്കാനറിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ അത് ബ്രേക്ക് ഡൗൺ ആണോ അതോ ബ്രേക്ക് ഔട്ട് ആണോ എന്നറിയാം. ഇനി ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ആയില്ല എങ്കിൽ നിങ്ങൾ ഒരു സോണിലാണെന്നും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഡയറക്ഷനും വരും. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ആയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റും. അതിനുശേഷം ഡാഷ്ബോർഡിൽ നമുക്ക് സോൺ വിട്ടും, അതായത് ഒരു ഗ്യാപ്പ്, പിന്നെ ഗ്യാപ്പ് പെർസെന്റേജ്, ഇത് നമുക്ക് ഓപ്പണിംഗ് വലിയ ഗ്യാപ്പ് അപ്പുകൾ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണുകൾ മനസ്സിലായി അത്തരം ട്രേഡുകൾ ഒഴിവാക്കാനായാണ്. പിന്നെ വൺ ഡേ ട്രെൻഡ് കൂടി അറിയാൻ നമുക്ക് സാധിക്കുന്നു. ഇനി നമുക്ക് ചാർട്ടിലേക്ക് വന്നാൽ ഈ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കലി റേഞ്ച് ബ്രേക്ക് ആവുന്നതിനനുസരിച്ച് 4 ലെവൽ പ്രോഫിറ്റ് ബുക്കിംഗ് സോണുകൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇൻട്രാഡേയിൽ നമുക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്ന ടൂളുകളാണ് ആവശ്യം. അതിന്റെ കൂടെ നല്ലൊരു സ്കാനർ കൂടി ഉണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ടൂളുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തേക്കാം. അപ്പോൾ കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.